കൊച്ചി കോർപ്പറേഷൻ 37-ാം ഡിവിഷനിലെ ഇടപ്പള്ളി ഡിവിഷനിലാണ് ഇത്തരത്തിലേക്ക് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യമാണ്. കുമ്പളിപ്പറമ്പ് റോഡിലെ ഒപ്പം മാനാഞ്ചാത്തിലയിലെ 17 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷക്കാലമായി ഇത്തരത്തിലേക്ക് കുടിവെള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ കൃത്യമായി നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. അതിനകത്ത് പ്രധാനമായും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം പഴയ പൈപ്പുകളാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചോളം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കുടിവെള്ളം കൃത്യമായി എത്തിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ പഴയ GA പൈപ്പുകൾ ഏതാണ്ട് 42 വർഷക്കാലം പഴക്കമുള്ള GA പൈപ്പുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇത് മാറ്റി PVC പൈപ്പുകൾ സ്ഥാപിക്കാത്തതാണ് കൃത്യമായി കുടിവെള്ളം എത്താത്തത് എന്നാണ് ഇവർ പറയുന്ന പ്രശ്നം. എന്തായാലും ഈ സ്ത്രീകൾ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ എത്ര വർഷം കൊണ്ട് തുടങ്ങിയതാണ് ഇത്തരത്തിലേക്കുള്ള കുടിവെള്ള പ്രശ്നം? എങ്ങനെയാണ് നിങ്ങൾ പരാതിയുമായി നേരത്തെ പോയത്? പരാതിയുമായി നേരത്തെ പോയിരുന്നു. വാർഡ് കൗൺസിലർ ദീപാവർമ്മയുമായിട്ട് സംസാരിച്ചു. പരാതി അപേക്ഷ മുഴുവൻ സമർപ്പിച്ചിരുന്നു. കൂടാതെ ഒരു 2 വർഷത്തോളമായി ഒട്ടും വെള്ളം കിട്ടാതെ ഞങ്ങൾ ഇവരെ സമീപിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പറഞ്ഞത് 6 മാസത്തിന് സെപ്റ്റംബർ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം ഈ പൈപ്പ് ലൈൻ ഇതേപോലെ പൊട്ടിച്ച് പൈപ്പ് മാറ്റിത്തരാം എന്നുള്ള ഒരു ഉറപ്പിൽ അന്ന് കൗൺസിലറും പിന്നെ പൈപ്പിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്ന് റെഡിയാക്കി നോക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അവർ നോക്കിയപ്പോൾ GA പൈപ്പാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കണക്ഷൻ സമ്മതം കിട്ടാത്തത് കൊണ്ട് അവർ തുറന്നത് വീണ്ടും അടയ്ക്കുകയാണ് ചെയ്തത്. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും വെള്ളമില്ലാത്ത സാഹചര്യമാണോ? പിന്നെ ഒട്ടുമില്ല വെള്ളം. ഞങ്ങൾക്ക് ഒരു കാരണവശാലും വെള്ളമല്ല. ഞങ്ങൾ അവിടെ പോയി എടുക്കാം. 2 കുപ്പിയിൽ നിന്ന് 3 കുപ്പി നിറച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. കുറേ ദൂരെ പോയിട്ടാണ് വന്നത്. ഞങ്ങൾ കൗൺസിലർക്ക് നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി നടപടിയൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഒരു സംവിധാനം നമുക്കിവിടെ വന്നത്. അപ്പം ഞങ്ങൾ 1.5 വർഷം ഞങ്ങൾ കിടന്ന് ഇത്രയും വിഷമിക്കണത്. ഞങ്ങൾ രാത്രി നമുക്കൊരു റെസ്റ്റ് ഇല്ല. മൂലം പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്ന് കിടക്കാൻ 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ അപ്പുറത്തെ വഴിയിൽ മണിമല റോട്ടിൽ പോയാൽ വെള്ളം എടുക്കണം. നമ്മുടെ ആണുങ്ങളൊക്കെ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് ഒത്തിരി വിഷമിക്കണം. നല്ല വെള്ളത്തിൽ നമുക്ക് നല്ല വെള്ളം തന്നെ വേണം. അല്ലാതെ കിണർ വെള്ളം ബോർവെൽ വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം നല്ല വെള്ളത്തിന് അതൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതൊരു ജോലി വരെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കണേന്ന് തീരുമാനം ഉണ്ടായിട്ടേ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് അല്ലാണ്ട് പോകൂലേ. ഞങ്ങൾ അതുതന്നെയാണ് പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും കൗൺസിലർ നേരിട്ട് തന്നെ സ്ഥലത്തെത്തി കേരള വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ചതിന് ശേഷം ഈ കുടിവെള്ള പൈപ്പുകൾ പുതുതായി സ്ഥാപിക്കുവാനായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ കൗൺസിലർക്കെതിരെയും വലിയ പ്രതിഷേധം ഈ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. പലതവണ പല കുറി പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള അത്യാധുനിക പദ്ധതികളിലൂടെ പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇത്തരത്തിലേക്ക് 17 കുടുംബങ്ങൾ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ ഈ ഭാഗത്ത് മാത്രമല്ല പല ഭാഗത്തും ഇത്തരത്തിലേക്ക് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ട്. കൊച്ചിയിൽ നിന്നും അനൂപ് S. നായർക്കൊപ്പം YS അഭിനന്ദ്, 24.